ചുനക്കര മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. ജനുവരി 2-ന് പെരുന്നാൾ സമാപിക്കും. ഇടവക വികാരി ഫാദർ ഷിജി കോശി കൊടിയേറ്റ് നിർവഹിച്ചു. ചുനക്കര മാർ ബസേലിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ മാർ ബസേലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ഓർമ്മ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി. ജനുവരി 2-ന് സമാപിക്കും. പെരുന്നാളിന്റെ ഭാഗമായുള്ള കൊടിയേറ്റ് ഇടവക വികാരി ഫാദർ ഷിജി കോശി നിർവഹിച്ചു. പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലെ കുരിശൻ സൗധങ്ങളിലും കൊടിയേറ്റ് ചടങ്ങ് നടന്നു. 25-ന് പുലർച്ചെ 3-ന് ക്രിസ്മസ് ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടക്കും. 26-ന് വൈകിട്ട് 6-ന് ക്രിസ്മസ് കലാസന്ധ്യ, 28, 29, 30 തീയതികളിൽ കൺവെൻഷൻ യോഗങ്ങൾ, 31-ന് പുതുവത്സര ജാഗരണം, പ്രതിസ്മരണ എന്നിവ നടക്കും. ജനുവരി 1-ന് ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് വിശുദ്ധ കുർബാന അർപ്പിക്കും. പുതുതായി നിർമ്മിച്ച കുരിശൻ സൗധത്തിന്റെ കൂദാശയും അദ്ദേഹം നിർവഹിക്കും. വൈകിട്ട് സന്ധ്യാനമസ്കാരം, റാസ എന്നിവ നടക്കും. രണ്ടിന് പ്രഭാത നമസ്കാരം, തുടർന്ന് 3-ന്മേൽ കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് കാർമ്മികത്വം വഹിക്കും. 25 ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്യും. പ്രദക്ഷിണം, കൊടിയിറക്ക, ശ്ലൈഹിക വാഴ്വ, പെരുന്നാൾ വെച്ചൂട്ട് എന്നിവയ്ക്ക് വികാരി ഫാദർ ഗീവർഗീസ് കോശി, ട്രസ്റ്റി ടി.ഐ. തോമസ് കുട്ടി, സെക്രട്ടറി വൈ കുഞ്ഞുമോൻ, പെരുന്നാൾ കൺവീനർ ബിനു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകുന്നു. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പോലെ നല്ല വെളിച്ചമുള്ളവരായി നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവർത്തികളിലുമെല്ലാം ഒരു ക്രിസ്തുവായി തീരുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സഹാനുഭൂതിയോടെ, ചേർത്ത് നിർത്തലോടെ അനേകം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുവിനെ പോലെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് അന്വർത്ഥമാകുന്നത്. അതിന് ഈ വർഷകാലത്തെ ക്രിസ്മസ് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമായ ഒരു പുതുവത്സര ആശംസയും പ്രത്യേകമായി നേർന്നുകൊണ്ട് ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.